നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ചേലാകർമ്മത്തിലെ ചികിത്സാ പിഴവിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവ്. സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഉത്തരവിറക്കിയത്. ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടി അനുഭവിക്കുന്ന ദുരിതത്തിന് 25 ലക്ഷം രൂപയും ഭാവിയിലെ ശസ്ത്രക്രിയകൾക്ക് 25 ലക്ഷം രൂപയും എന്ന കണക്കിലാണ് നഷ്ടപരിഹാരം നൽകാൻ വിധിയായിരിക്കുന്നത്. കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, മുഹമ്മദ് ഇസ്മായിൽ CV എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റേതാണ് വിധി. കോടതി ചെലവ് കണക്കിലേക്ക് 25,000 രൂപ നൽകാനും ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് കൈപ്പറ്റി 30 ദിവസത്തിനകം തുക പരാതിക്കാർക്ക് കൈമാറിയില്ലെങ്കിൽ പരാതി നൽകിയ തീയതി മുതൽ 9% പലിശ കൂടി ഈടാക്കുമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. 23 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ചേലാകർമ്മത്തിലാണ് ഗുരുതരമായ വീഴ്ച സംഭവിച്ചത്. 2018 ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചേലാകർമ്മത്തിനു ശേഷം അണുബാധയേറ്റ കുഞ്ഞിനെ തൃശൂർ അമല ആശുപത്രിയിലും പിന്നീട് ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. 2 ആഴ്ചയോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ് ഭാവിയിൽ ശസ്ത്രക്രിയകൾ ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചായിരുന്നു അന്ന് കുട്ടിയെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചത്. കുട്ടിക്ക് അണുബാധയ്ക്ക് കാരണം ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലാതിരുന്നതും ഡോക്ടറുടെ പരിചയക്കുറവുമാണെന്ന് കണ്ടെത്തിയിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും ആരോഗ്യ വിജിലൻസും നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടറുടെ പരിചയക്കുറവ് ഉൾപ്പെടെയുള്ള വീഴ്ചകൾ കണ്ടെത്തിയത്. ചാവക്കാട് മണത്തലയിൽ സഫ്തർ ഹാഷ്മിയുടെ നാമധേയത്തിലുള്ള യൂത്ത് സെന്ററും ലൈബ്രറിയും പ്രവർത്തനം ആരംഭിച്ചു. മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇല്യാസ് അധ്യക്ഷത വഹിച്ചു. വായനശാലയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ആദ്യ മെമ്പർഷിപ്പ് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവ് ഫെയിമും മീഡിയ സിറ്റി ലഹരിക്കെതിരെ നടത്തിയ വിമുക്തി എന്ന ഷോർട്ട് ഫിലിമിൽ 2024 ബെസ്റ്റ് ആക്ടർ ജേതാവും സ്റ്റേറ്റ് ലെവൽ ഓട്ടൻതുള്ളൽ A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്ത ശ്രീലക്ഷ്മി ഏറ്റുവാങ്ങി. നഗരസഭ മുൻ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, സതീരത്നം ടീച്ചർ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, A മഹേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ലൈബ്രറി സെക്രട്ടറി ഹസൻ മുബാറക് സ്വാഗതവും അമീറ സജീർ നന്ദിയും പറഞ്ഞു. പാവർട്ടി അന്നകര കടാംതോട് പാലത്തിനു സമീപം നിയന്ത്രണം വിട്ട കാർ കോൺക്രീറ്റ് തൂണിലിടിച്ച് അപകടം. കാറിന്റെ മുൻഭാഗത്തെ ഒരു വശം തകർന്ന നിലയിൽ. ആർക്കും പരിക്കില്ല. മറ്റം പറക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ റോഡിന്റെ ഒരു വശത്തുള്ള കാനയിൽ വീഴുകയും നിയന്ത്രണം വിട്ട കാർ സമീപത്തെ കമ്പിവേലിയുടെ കോൺക്രീറ്റ് തൂണിൽ ഇടിക്കുകയുമായിരുന്നു. കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് അപകട സ്ഥലത്തു നിന്നും നീക്കി. എരുമപ്പെട്ടി പതിയാരം കാവാലൻ ചെറിയിൽ മത്സ്യകൃഷിക്കായി സ്ഥാപിച്ച വലയിൽ ഈനാംപേച്ചി കുരുങ്ങി. അവശ്യനിലയിൽ കണ്ടെത്തിയ ഈനാംപേച്ചിയെ നാട്ടുകാരുടെ സഹായത്തോടെ ആനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോട് രക്ഷപ്പെടുത്തി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ദിവസങ്ങളായി വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. കുളം മൂടിക്കിടക്കുന്ന വലയിൽ ദിവസങ്ങൾക്ക് മുമ്പ് മയിൽ കുരുങ്ങിയിരുന്നു. മേഖലയിലെ ഒരു വിഭാഗം കർഷകർ കുളത്തിൽ ഫിഷറീസിന്റെയും എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും അനുമതിയോടെ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കുളത്തിന് മുകളിൽ വല സ്ഥാപിച്ചത്. വല അഴിച്ചുമാറ്റി കുളം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നാട്ടുകാർ ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വല നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കർഷകർക്ക് ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ കർഷകർ കോടതിയിൽ നിന്ന് സ്റ്റേ നേടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചുവരെഴുത്തിന് തുടക്കമായി. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിധിയിൽ 500 മതിലുകൾ പ്രചരണത്തിന്റെ ഭാഗമായി എഴുതുന്നുണ്ട്. ബ്ലോക്ക് തല ഉദ്ഘാടനം CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PS സഹല അധ്യക്ഷയായി. DYFI ബ്ലോക്ക് സെക്രട്ടറി KS സൈഫുദ്ദീൻ, ബ്ലോക്ക് ട്രഷറർ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ, ക്രിക്കറ്റ്, കളരിപ്പയറ്റ്, വടംവലി തുടങ്ങി കായിക കലാ മത്സരങ്ങളും മറ്റ് അനുബന്ധ പ്രചരണ പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. വടക്കേക്കാട് മണികണ്ഠേശ്വരം കിഴക്കുഭാഗം താമസിക്കുന്ന തറയിൽ ഷെരീഫ് മകൻ ഫഹിം അജ്മാനിലെ താമസ സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. 20 വയസ്സാണ്. 2 മാസം മുമ്പാണ് ജോലി തേടി UAEയിൽ എത്തിയത്. മൃതദേഹം അജ്മാനിലെ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. മിന്നത്ത് മാതാവും ഫംന ഏക സഹോദരിയുമാണ്.
ചിറമനങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന വികാരി ഫാദർ ബെഞ്ചമിൻ OIC യാത്രയയപ്പ് നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനത്തിൽ വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഇടവകയിലെ വിവിധ ആത്മീയ സംഘടനകളുടെ പ്രതിനിധികൾ ഉപഹാര സമർപ്പണം നടത്തി. ഫാദർ ബെഞ്ചമിൻ OIC നന്ദി പറഞ്ഞു. ഇടവക ട്രസ്റ്റി CV വിൽസൺ സ്വാഗതവും സെക്രട്ടറി KK പ്രിൻസ് നന്ദിയും പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടന്ന തിരുനെല്ലൂർ പ്രീമിയർ ലീഗിന് സമാപനമായി. 6 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ബൊക്ക ജൂനിയേഴ്സ് ജേതാക്കളായി. മികച്ച കളിക്കാരനായി ബൊക്ക ജൂനിയേഴ്സിലെ സൗരവിനെയും മികച്ച ഫോർവേഡറായി ഫാന്റാസ്റ്റിക് FCയിലെ എബിൻ റോയിയെയും ഡിഫൻഡറായി മുഹമ്മദ് സിൻഹ സൽമാനെയും എമർജിംഗ് പ്ലെയറായി ബൊക്ക ജൂനിയേഴ്സ് ശ്രീഹരിയെയും തെരഞ്ഞെടുത്തു. തുടർന്ന് ബ്രൈറ്റൺ അക്കാദമിയും ഫാന്റാസ്റ്റിക് 11 അക്കാദമിയും തമ്മിൽ പ്രദർശന മത്സരവും നടന്നു. ചിറമനങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ MGM സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. ലോകകപ്പ് ആവേശത്തോടൊപ്പം കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുഫാൻ കിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മുൻ വികാരി ഫാദർ ബെഞ്ചമിൻ OIC ഷൂട്ടൌട്ട് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ, ട്രസ്റ്റി CV വിൽസൺ, സെക്രട്ടറി KK പ്രിൻസ്, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക ജിസ്നി ജോയ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ ലഹരിക്കെതിരെ ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. ചരമം എരുമപ്പെട്ടി ഗവൺമെന്റ് ITIക്ക് സമീപം ആനച്ചംപറമ്പിൽ വീട്ടിൽ പരേതനായ കുഞ്ഞുമോന്റെ ഭാര്യ പാറുക്കുട്ടി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. വിജയൻ, രവി, സുഗുദേവൻ, ശ്രീനിവാസൻ, രാജു എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.